മെനസ്ട്രൽ പ്രോബ്ലം കൊണ്ട് അപ്പൂനിങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട്. യാ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. സർജറി എന്നത്തേക്കാണെന്നത് വല്ലതും ഫിക്സ് ചെയ്തോ? എക്സാക്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, എന്നാലും ഉടനെ ഉണ്ടാവും. ഒരർത്ഥത്തിൽ അപ്പു ആഗ്രഹിച്ച സർജറിയാണിതല്ലേ? അതിന്റെ പേരിൽ അച്ഛനും മോളുമായി ഇപ്പോഴും നല്ല ക്ലാഷ് ഉണ്ടല്ലോ. ഇല്ല മാഡം, അപ്പുവിന്റെ സർജറിയുടെ കാര്യമൊന്നും വിപിക്ക് അറിയേയില്ല. അത് വെറുതെ. എന്നിട്ടാണോ ഇന്നലെ അതിന്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ വഴക്കുണ്ടായത്? ആ വഴക്കിനിടയിൽ ഉണ്ടായതല്ലേ അപ്പുവിന്റെ കഴുത്തിലെ ആ പാട്, അല്ലേ? എന്ന് അപ്പു മാഡത്തിനോട് പറഞ്ഞോ? പറഞ്ഞു. മാഡം പതറണ്ട, അപ്പു ഡയറക്റ്റായി അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനൊന്ന് തറപ്പിച്ച് ചോദിച്ചപ്പോ അയാൾ എന്നോട് കയറി അങ്ങ് റേസായി. അപ്പോഴേ കാര്യം ഇത് തന്നെയാണെന്ന് എനിക്കങ്ങ് മനസ്സിലായി. നോ, അത് വിപി ഉപദ്രവിച്ചതല്ല. അപ്പു സ്റ്റെയറിൽ നിന്ന് കാല് സ്ലിപ്പായപ്പോ പടിയിൽ കഴുത്തടിച്ചതാ. ചേച്ചിയെ, ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പൊ എങ്ങനെ പോയാലും ഒരു 5-6 വർഷമായി കാണും. ഒരാള് സ്ലിപ്പായി വീഴുമ്പോ ശരീരത്തിലുണ്ടാവുന്ന ചതവും മനഃപൂർവ്വം ആരെങ്കിലും ഉപദ്രവിക്കുമ്പോ അയാളുടെ ശരീരത്തിലുണ്ടാവുന്ന ചതവും ഒക്കെ കണ്ടാലേ തിരിച്ചറിയാനുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ഇതിനകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാള് പടിയിൽ നിന്ന് താനെ തെന്നി വീഴുമ്പോ അയാളുടെ കഴുത്തിൽ എങ്ങനെയാ ഇങ്ങനൊരു പാടുണ്ടാവുന്നത്? അതിന്റെ ടെക്നോളജി എനിക്കങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. പോലീസിനെ അങ്ങനെ അങ്ങ് പൊട്ടനാക്കാൻ നോക്കല്ലേ. ഞാൻ നമ്മുടെ VP സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ് പ്ലീസ്. വിപി ഇപ്പൊ കാണാൻ പറ്റില്ല. വൈ? വിപി ഇപ്പോ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാഡം ചെന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആള് പെട്ടെന്ന് വയലന്റ് ആവും. ഡസൻ മാറ്റർ. ആളെ കൂളാക്കാനുള്ള ടെക്നിക്കൊക്കെ എനിക്കറിയാം. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? അകത്തേക്ക് വന്നോട്ടെ ഞാൻ. സാറിന് എന്നെ മനസ്സിലായോ? സ്റ്റുഡന്റ്? ഏത് ബാച്ചാ? അതെ, ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് തന്നെയാ. പക്ഷെ സാറിന്റെ ക്ലാസ് ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു 7-8 വർഷം മുമ്പ് സാർ ഒരു റീജിയണൽ ചാനലിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിരുന്നല്ലോ. ആ പരിപാടിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയായിരുന്നു ഞാൻ. എനിക്കൊരു ജോലി സമ്പാദിക്കാനായതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സാറിന്റെ ആ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ ആയിരുന്നു. അപ്പോ ക്ലാസ് തുടങ്ങാം. എന്താ പേര്? ഹരിപ്രിയ. 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 സാറിന് എന്റെ പേര് നല്ലതുപോലെ ഇഷ്ടായെന്ന് തോന്നുന്നല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ, സാറിനൊരു മകളല്ലേ, അപൂർവ? സാറിന് അപൂർവ എന്ന പേരാണോ ഇഷ്ടം, അതോ അപ്പു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? എന്താ സാർ, എന്തു പറ്റി? ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. അപ്പുനെ സാറിന് അത്രക്കിഷ്ടമല്ല? അതുകൊണ്ടാണോ സാർ ഇന്നലെ അപ്പുനെ കൊല്ലാൻ നോക്കിയത്? അതുകൊണ്ടാണോ? എങ്ങനെയാ കൊല്ലാൻ നോക്കിയത്? പറ, ഞാൻ ആരോടും പറയത്തില്ല. കഴുത്ത് ഞെരിച്ചിട്ടാണോ? ഇനി അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി കൊല്ലാൻ തോന്നുമ്പോഴേ എന്നെ വിളിച്ചാ മതി. ഞാൻ വന്ന് രഹസ്യമായി കൊന്നുതരാം കേട്ടോ. ചേച്ചി തിരക്കിലാണോ? ഞാനിതൊക്കെ ഒന്ന് കത്തിച്ചു കളയാൻ. അല്ല, BP ഓക്കെ ആണോ? വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഏയ്, ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി. പെറ്റീഷണർ
ഒറിജിനൽ പെറ്റീഷണർ ബിഫോർ ദ ഓണറബിൾ ഫാമിലി കോർട്ട്. വളരെ പ്രധാനപ്പെട്ട രേഖയാണല്ലോ ഇത്. അപ്പോ ആ വീഡിയോയിൽ കണ്ടത് സത്യമാണെന്ന് തെളിഞ്ഞു. ഏത് കാര്യം? VP ചേച്ചിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം. ഏതായാലും എന്റെ റിപ്പോർട്ടിൽ ഈ കാര്യം ഉൾപ്പെടുത്തുമ്പോഴേ ഈ തുണ്ടുകടലാസുകൾക്ക് എന്നെ ഒരുപാട് സഹായിക്കാൻ കഴിഞ്ഞേക്കും. എന്നാ ഞാൻ പോട്ടെ, ഇടയ്ക്ക് ഇതുപോലെ വരാം. ആ പിന്നെ അപ്പുവിന്റെ കഴുത്തില് ആ പാടെങ്ങനെയാ വന്നതെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. അത് വിട്ടേക്കമ്മ. നമ്മൾ നശിപ്പിച്ച ആ ഡോക്യുമെന്റ്സിന്റെ കടലാസ് കഷ്ണം വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളത് ഭദ്രമായിട്ട് ലോക്കറിൽ സൂക്ഷിച്ചൊന്നും അല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് അതൊരു പാഴ്വസ്തു മാത്രം. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും അവരത് അമൂല്യ വസ്തുവിനെ പോലെ കൊണ്ടുപോയെങ്കിലും അവർക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രയോജനമില്ലെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും അപ്പു? VP എന്നെ കൊണ്ട് നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ച ഒത്തുതീർപ്പ് കരാറാണെന്ന് കോടതിയിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയേക്കും. അവരത് ക്ലെയിം ചെയ്തോട്ടെ. പക്ഷേ ഒപ്പിടിയിച്ച VP ആയിട്ടോ അല്ലെങ്കിൽ സൈൻ ചെയ്തു കൊടുത്ത അമ്മയായിട്ടോ തന്നെ ആ കരാറിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ അത് കീറിക്കളഞ്ഞത്. പിന്നെ അവരെന്തിനാ അതും ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് കോടതി ചോദിച്ചോളൂ. നീ പറയുമ്പോൾ അത്ര നിസ്സാരമല്ല അപ്പോ കാര്യങ്ങള്. ആ സ്ത്രീ ഇന്ന് അച്ഛനുമായി കുറെ നേരം സംസാരിച്ചു. VP നിന്ന് ഇനി അവരെന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ചോദിച്ചിട്ട് VP അതൊന്നും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. നിന്റെ കഴുത്തിലെ പാടെങ്ങനെ സംഭവിച്ചാണെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട്. ഇറങ്ങാൻ നേരം അവരിതേക്കുറിച്ച് ഒരു തമാശ മട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാം കൊണ്ടും അവർക്കിന്ന് വളരെ അനുകൂലമായ ദിവസമായിരുന്നു. നന്ദൻ പറഞ്ഞതുകൊണ്ടാ ആ ഡോക്യുമെന്റ് എടുത്ത് കൈയോടെ നശിപ്പിക്കാന്ന് വെച്ചത്. കൃത്യസമയത്തിന് അവരൊന്ന് കയറുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയൊന്ന് പേടിക്കാതിരിക്കുന്നുണ്ടോ? ഇനിയിപ്പോ ആ ഡോക്യുമെന്റ് കാരണം ആരും ഇവിടെ വന്ന് VP അറസ്റ്റ് ചെയ്യാനും തൂക്കിലേറ്റാനും ഒന്നും പോകുന്നില്ല. കമ്മീഷനും കോടതിയൊന്നും എതിർഭാഗം കേൾക്കാതെ വിധി പറയാനും പോകുന്നില്ല. നീ കാര്യം ഏതായാലും നന്ദനെ വിളിച്ചൊന്ന് അറിയിച്ചേക്ക്. സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടും അത് അവരുടെ കയ്യിലകപ്പെട്ടു എന്ന് പറയാൻ എനിക്കൊരു ജാളിത പോലെ. ആ, അത് ഞാൻ പറഞ്ഞോളാം. ഇനി അതിന്റെ പേരിൽ അമ്മ ടെൻഷൻ ആവണ്ട. ആലോചിക്കാനും ടെൻഷൻ ആവാനും ഇവിടെ വേറെയും പല കാര്യങ്ങളുണ്ടല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? അമ്മയുടെ കാര്യം തന്നെയാ. എന്റെ കാര്യോ? എന്താ അപ്പു? എന്റെയും VPയുടെയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അമ്മ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഓ അതാണോ? അതൊന്നും നീ കാര്യമാക്കണ്ട. എങ്ങനെയെങ്കിലും ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം. ഇതുവരെ മാനേജ് ചെയ്ത പോലെ ആവില്ല അമ്മ ഇനിയുള്ള കാര്യങ്ങൾ. എന്റെ സർജറി കൂടി കഴിയുമ്പോൾ അമ്മ ശരിക്കും ബുദ്ധിമുട്ടും. ഫുൾ ടൈം എൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടി വന്നാൽ VPയുടെ കാര്യം ആര് നോക്കും? അമ്മയല്ലാതെ മറ്റൊരാൾക്കും VPയെ കെയർ ചെയ്യാൻ പറ്റില്ല. സർജറിയുടെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. ആദ്യം ഡേറ്റ് ആവട്ടെ, എന്നിട്ട് അതൊക്കെ ആലോചിച്ചാൽ പോരെ അപ്പു? ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അടുത്ത തവണ ചെക്കപ്പിന് ചെല്ലുമ്പോൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സർജറി കുറച്ചുനാൾ കൂടി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിക്കണം. തൽക്കാലം ഈ കേസിന്റെ ഉപദ്രവം ഒന്ന് കഴിയും വരെയെങ്കിലും. അത് വേണ്ടപ്പോ. ഇന്നലെ തന്നെ നിനക്ക് വീണ്ടും ബ്ലീഡിങ്ങും പെയിനും ഒക്കെ ആയില്ലേ? ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണ്ട. കേസിന്റെ കാര്യമൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. നമുക്ക് സർജറിയുടെ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ വേറെന്താ ഓപ്ഷനാണ് നിന്റെ മുന്നിലുള്ളത്? സർജറി ഉടനെ നടത്തിയേ പറ്റുമെന്നാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കെയറിംഗ് യൂണിറ്റിലേക്കോ മറ്റോ മാറിയാലോ എന്ന് ആലോചിക്കുക. അതാവുമ്പോൾ അമ്മയ്ക്കും എൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാവില്ല, ഞാനും അവിടെ സേഫ് ആയിരിക്കും. എങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഡേസിയുടെ വീട്ടിലേക്ക്? അവിടെ ആകുമ്പോൾ മാളും ഉണ്ടാവുമല്ലോ. അത് വേണ്ടമ്മേ, അത് ശരിയാവില്ല. ആ സമയമാകുമ്പോൾ ഡേസി ആൻറ്റിയുടെ ക്ഷണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊഴിവാക്കാനാ ഞാൻ ഇങ്ങനെ ഒരു വഴി നേരത്തെ ആലോചിച്ച് വെക്കുന്നത്. നന്ദൻ സാറിന്റെ പരിചയത്തിൽ അങ്ങനെ ചില യൂണിറ്റുകളുണ്ട്. ഇനിയിപ്പോൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണെങ്കിലും വേണ്ടില്ല. ഞാനും ഏകദേശം ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റ് ആണല്ലോ. അപ്പോ എന്താ നീ ഇങ്ങനെ?
എന്റെ കാര്യം ഓർത്ത് നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിന്നെ അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഞാൻ വിട്ടുകൊടുക്കില്ല. അതുപോലെ തന്നെയാ വിപിയുടെ കാര്യവും. ഒരു കോടതിക്കും വിപിയെ ഞാൻ കുറ്റക്കാരനാക്കാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നീ വീട്ടിൽ തന്നെ ഉണ്ടാവും. ചായ. എന്തൊറ്റയോ താനാകെ ഡെസ്പായിട്ടിരിക്കുന്ന പോലെ. ഏയ് ഒന്നുമില്ല, ഡോക്ടർക്ക് വെറുതെ തോന്നുന്നതാവും. ആ, എനിക്ക് തോന്നിയ കാര്യം തന്നെയാ പറഞ്ഞത്. എന്തോ ഒരു കാര്യം തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? കാര്യം എന്താന്ന് വെച്ചാ പറയടോ. ടീച്ചർ വഴക്കൊല്ലം പറഞ്ഞോ? അതോ എന്റെ കുറ്റം വല്ലതും പറഞ്ഞിട്ടാണോ? അതൊന്നുമല്ല, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ആന്റി പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ അറിയേണ്ടതെന്ന് ഓർത്തപ്പോ ഒരു സങ്കടം. അതിനർത്ഥം ഞാനായിട്ട് തന്നോടൊന്നും പറയുന്നില്ല എന്നല്ലേ? അതെന്താ സംഭവം? അത് തന്നെ എനിക്കും അറിയേണ്ടത്, അതെന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നതെന്ന്. എടോ, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ട് താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പോനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു ആലോചന നടക്കുന്നുണ്ടെന്ന കാര്യം ഡോക്ടർ എന്താ എന്നോട് പറയാതിരുന്നത്? ഓ, ഞാനത് മറന്നു. മമ്മി ഇന്നലെ പ്രത്യേകം പറഞ്ഞത് തന്നോട് ഇക്കാര്യം സംസാരിക്കണമെന്ന്. സത്യമായിട്ട് ഞാനത് വിട്ടുപോയതാ മാളു. ഐ എം റിയലി സോറി. സാരമില്ല, അതിനിപ്പോ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അപ്പോനെ ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫേവർ അതാണെന്ന് തോന്നുമാണോ? എന്താടോ, അപ്പൂനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ മമ്മിയും മോനും ചേർന്ന് എല്ലാം തീരുമാനിച്ചല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യല്ലേ നിവർത്തിയുള്ളൂ. അതെന്താ താൻ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, തന്നോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. ഞാനായിട്ട് മറന്നുപോയതാണെന്നും പറഞ്ഞു. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. തനിക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയും പറയാമല്ലോ. ഡോക്ടർ പറഞ്ഞത് ശരിയാ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റിയ സമയമായത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അപ്പുനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഗീതാന്റിക്ക് വലിയ റിലീഫ് തന്നെ ആയിരിക്കും. അപ്പവും ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ അതുകൊണ്ട് മാത്രം അവരുടെ പ്രോബ്ലം തീരില്ലല്ലോ ഡോക്ടർ. അപ്പൂനെയും വി പി അങ്കിളിനെയും കണക്ട് ചെയ്ത് നടക്കുന്ന പോലീസ് എൻക്വയറിക്ക് ഒരു അവസാനം ആയിട്ടില്ലല്ലോ ഇതുവരെ. അതും അപ്പൂനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഓഫീസർ ഇവിടെ വന്നപ്പോ കൂടുതലും ചോദിച്ചത് എന്റെ അപ്പൂന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാ. അതിൽ അങ്കിളിന് ഡൗട്ട് തോന്നിയിരുന്നോ, അതിന്റെ പേരിലായിരുന്നോ ആദ്യം അവർ തമ്മിൽ വഴക്ക് നടന്നത് എന്നൊക്കെയായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർക്കും എന്തൊക്കെയോ സംശയമുള്ള തരത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം. സ്വാഭാവികമായും അപ്പൂനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതവർക്ക് കൂടുതൽ സംശയത്തിന് ഇടം നൽകിയേക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഏത് നേരത്തും അവരിവിടെ വന്നെന്നിരിക്കും. അതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈവസിയായിരിക്കും. ഇനിയിപ്പോ ഇത്തരം നൂലാമാലകളൊന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പൂന്റെ സർജറി, അത് കഴിഞ്ഞുള്ള പോസ്റ്റ് ഓപ്പറേഷൻ ട്രീറ്റ്മെന്റ് എല്ലാം നമ്മുടെ ഉത്തരവാദിത്വം ആവുമ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് വേണ്ട രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? അത് ഓർത്ത് താൻ ടെൻഷൻ ആവണ്ട. മിക്കവാറും ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിട്ടേ അപ്പൂന്റെ സർജറി ഉണ്ടാവും. പക്ഷെ അതിനു മുൻപ് അപ്പൂനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമല്ലോ. ഇത്രയും ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് കിടക്കുന്ന വീട്ടിൽ നിന്ന് വേണ്ടേ നമുക്ക് നമ്മുടെ ഹണിമൂണിന് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാൻ? ഒരാൾ ജീവിതത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുമ്പോൾ
ആ വ്യക്തിയുടെ 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ എൻജോയ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഔചിത്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അപ്പൂനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചിന്തിക്കും. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മമ്മിയെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? അവരെ ഹെൽപ്പ് ചെയ്യാൻ വേറെ വഴിയുമില്ലല്ലോ. വേറെ വഴിയില്ലെന്നൊക്കെ വെറുതെ തോന്നുന്നതാ. അപ്പൂന് വേണ്ടി നല്ലൊരു ഹോം നഴ്സിനെ അപ്പോയിന്റ് ചെയ്താൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത്. അതാവുമ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഗീതാൻറ്റിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാം. അപ്പൂന് അത് തന്നെയാവും സൗകര്യം. ആൻറ്റിക്കും നമുക്കും എപ്പോൾ വേണമെങ്കിലും അവിടെ ചെന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. 2 കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഏതാ നല്ല ഓപ്ഷൻ എന്ന് നോക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്തൂ. എന്ത് തീരുമാനിച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാട്ടോ. ഞാൻ ഏതായാലും മമ്മിയോട് ഈ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. മമ്മി എന്ത് പറയുമെന്ന് നോക്കാം. ആഹാ, എന്താ മമ്മി പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ. രാവിലെ തന്നെ മൊബൈലിൽ തോണ്ടി കളിക്കുകയാണല്ലോ. വല്ല റീൽസും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പിന്നെ ഇനി അതിന്റെ ഒരു കുറവൂടെയല്ലേ ഉള്ളൂ. ഞാനേ അപ്പുവിന് വേണ്ടി ഓൺലൈനിൽ കുറച്ച് ഡ്രസ്സുകൾ നോക്കായിരുന്നു. സർജറി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സല്ലേ അവൾക്ക് ഇടാൻ പറ്റൂ. കുറച്ച് ഫ്രണ്ട് ഓപ്പൺ ഗൗൺ വല്ലതും നോക്കി വെക്കാന്ന് വെച്ചു. ഇപ്പോഴേ അതൊക്കെ വേണോ മമ്മി? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. സമയമുള്ളപ്പോ തന്നെ അതൊക്കെ സമാധാനത്തോടെ ചെയ്തു വെക്കുന്നതാ നല്ലത്. നേരമാകുമ്പോ പിന്നെ ഒന്നിനും സാവകാശം കിട്ടാതെ വരും. ശരി, മമ്മിയുടെ ഇഷ്ടം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ജോബിൻ, ഒരു സെക്കൻഡ്. നീ അപ്പുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം മാളുവിനോട് സൂചിപ്പിച്ചോ? എന്താ, അതും മറന്നോ? ഏയ് അല്ല മമ്മി, ഞാനത് സൂചിപ്പിച്ചു. പക്ഷേ എന്താടാ, എന്താ ഒരു പക്ഷേ? മാളു എതിര് വല്ലതും പറഞ്ഞോ? ഏയ് അങ്ങനെ എതിരായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആലോചിച്ചപ്പോൾ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. എന്താ അവിടെ ടെൻഷൻ? അല്ല, PPങ്ങളുടെ കേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിലുള്ള ടെൻഷനാണ് പ്രധാനമായും. അന്വേഷണത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ പോലീസ് വന്നു പോകുന്നത് എത്രയൊക്കെ ആയാലും നമുക്കൊരു ബുദ്ധിമുട്ടും അസൗകര്യമല്ലേ മമ്മി? കേസും അന്വേഷണവും ഒക്കെ അതിനു മുമ്പേ കഴിയില്ലേ? ഇപ്പൊ തന്നെ അന്വേഷണം ഏതാണ്ട് കഴിയാറായിന്നാ ഗീതയോട് ആ ഓഫീസർ പറഞ്ഞത്. അപ്പൊ സർജറി സമയത്ത് അങ്ങനൊരു തലവേദന ഒഴിഞ്ഞു കിട്ടുമല്ലോ. അത് മാത്രമല്ല മമ്മി, അപ്പൂനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് വിജയങ്ങൾ വീണ്ടും വല്ല പ്രശ്നത്തിനും വന്നാലോ എന്നൊരു പേടിയും ആളുവിനുണ്ട്. ഒന്നാമത് ആളിപ്പോൾ അല്പം പിടിവിട്ട് നിൽക്കുകയാണല്ലോ. ആ നിലയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലവും വരാതെ വിജയുടെ കാര്യം മാനേജ് ചെയ്യാൻ ഗീതയുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അപ്പു എവിടെയാണെന്നോ അവളുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും വിജയെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അപ്പുവിന്റെ കാര്യം വിജയ് ഒന്ന് അന്വേഷിക്കുക പോലും ഇല്ലെന്നാ ഗീത പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ അന്വേഷിച്ചു വരാനൊന്നും പോകുന്നില്ല. ഇത്ര നിസ്സാര കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആകണ്ടെന്ന് നീ മാളുവിനോട് പറഞ്ഞേക്ക്. ഒരാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്താ അയാളെ സഹായിക്കേണ്ടത്. ഗീത ഇപ്പോ അത്ര ഒരു പ്രതിസന്ധി ഘട്ടത്തില്ല. അവിടെ മറ്റൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതെ നമ്മൾ ഓടിയെത്തുകയാ വേണ്ടത്. മമ്മി പറഞ്ഞത് ശരിയാ. എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ഇതിൽ എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇന്ന് എന്തായാലും ഗീതയെ വിളിച്ച് ഈ കാര്യം ഒന്ന് പറയണം. കഴിയുമെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അപ്പുവിനെ ഇവിടേക്ക് കൊണ്ടുവരികയും വേണം. നീ വിഷമിക്കണ്ട ജോബിൻ. മാളുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്യിച്ചോളാം.